ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ജ്വല്ലറി ബോക്സ് ഇതുപോലെ ആയിരിക്കും അല്ലേ. ഒരു ബോക്സിനകത്ത് നമ്മുടെ വളയും പൊട്ടും മാലയും കമ്മലും എല്ലാം കൂടെ ഇങ്ങനെ മിക്സായിട്ട് കിടപ്പുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഓരോന്ന് എടുക്കാനായിട്ട് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ജ്വല്ലറി ബോക്സ് ഇതുപോലെ അടിപൊളിയായിട്ടുള്ളൊരു ജ്വല്ലറി ബോക്സ് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ സിമ്പിൾ ജ്വല്ലറി ബോക്സ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ബേസ് ബോർഡാണ് കേട്ടോ. അത് നമുക്ക് വീടുകളിൽ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത് ഡ്രസ്സായാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കിട്ടുന്ന ഒരു ബോക്സ് കാണത്തില്ലേ, അതെടുത്താൽ മതി കേട്ടോ. അതിൽ ഞാൻ ഈ കളർ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ മൂടി ഭാഗവും ഇതേപോലെ തന്നെ കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആ ബോക്സ് മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പൈസ ചിലവില്ലാതെ എങ്ങനെ നമുക്ക് ഇനി ഇതിനകത്ത് സെപ്പറേറ്റ് ചെയ്ത് നമ്മുടെ കമ്മൽ ഒരു ഭാഗത്ത്, മാല, വള അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിനി കുറച്ച് ബേസ് ബോർഡുകൾ ഇതുപോലുള്ള പീസാക്കി അതിൻ്റെ അളവിന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ, അകത്ത് വയ്ക്കുന്ന രീതിയിൽ. അപ്പം ഞാനിപ്പോൾ വയ്ക്കുന്നത് ഇങ്ങനെ ഡ്രോ കണക്കാക്കിയാണ്. അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഏത് രീതിയിൽ വയ്ക്കണോ അതെല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. നിങ്ങൾക്കൊരു മനസ്സിൽ ഐഡിയ കാണുമായിരിക്കുമല്ലോ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഈ ബോക്സിനകത്ത് വയ്ക്കേണ്ടതെന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ ആ ബേസ് ബോർഡ് കട്ട് ചെയ്തെടുത്ത് ഞാൻ ആദ്യം ഫസ്റ്റ് വച്ച് നോക്കുക കേട്ടോ അളവ്. എന്നിട്ട് ഒരു ഗം ഉപയോഗിച്ച് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ്. അപ്പം ഞാൻ രണ്ട് സൈഡും ഇങ്ങനെ ബോക്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി നടുഭാഗത്തും കൂടെ ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വലിയ മാലയൊക്കെ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യാതെ അങ്ങനെ തന്നെ ചെയ്യാം. അല്ല കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, ഇപ്പോൾ നമ്മുടെ സേഫ്റ്റി പിന്ന്, ഹെയർ പിന്ന് ഇങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കുവാണെങ്കിൽ അതും കുഞ്ഞു കുഞ്ഞ് പീസ് ഇതുപോലെ ബേസ് ബോർഡ് വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ അതും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, നടുവിലത്തെ പാർട്ടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇത്. അപ്പം എൻ്റെ ജ്വല്ലറി ബോക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ അകത്തെല്ലാം അത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒന്ന് കളർഫുൾ ആവാനായിട്ട് അകത്തും ഞാൻ അതുപോലെ കളർ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഒരു പൈസ ചിലവ് പോലും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു അടിപൊളി ജ്വല്ലറി ബോക്സ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിനി പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ വളയും മാലയും കമ്മലൊക്കെ എടുത്തിടാനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ തിരഞ്ഞു പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനും പാറക്കുട്ടിയും കൂടെ നമ്മുടെ പഴയ ബോക്സിനകത്തു നിന്നും സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഇതിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ജ്വല്ലറി ബോക്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളയും മാലയും കമ്മലും നെയിൽ പോളിഷ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് നമ്മളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.